السلام عليكم ورحمة الله تعالى وبركاته. بسم الله الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനാദരവുള്ള ഉസ്താദുമാരെ, മറ്റു എൻ്റെ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നാട്ടുകാരെ, മുളഹിർ സുന്ന ദർസ് വിദ്യാർത്ഥികൾ സംഘടിപ്പിക്കുന്ന ഈദ് റബീഇന്റെ വേദിയിലാണ് നാം നിലകൊള്ളുന്നത്. ഈ മഹത്തായ വേദിയിൽ മനുഷ്യാവകാശം ഇസ്ലാമിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അല്പം സംസാരിക്കാം. ലോകത്താദ്യമായി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു എന്നതാണ് ചരിത്ര സത്യം. വിശുദ്ധ ഖുർആൻ ഉയർത്തിക്കാട്ടിയ മനുഷ്യ സമത്വത്തിൽ ഊന്നിക്കൊണ്ടായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. ഇസ്ലാം മനുഷ്യർക്ക് മൊത്തത്തിലും സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേകമായും അവരുടെ അവകാശ സംരക്ഷണത്തിന് വിശുദ്ധ ഖുർആനിലൂടെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്തിലൂടെയും ഊന്നൽ നൽകുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ത്രീകൾക്ക് പ്രത്യേക സംരക്ഷണം ഉറപ്പുവരുത്തി. സ്ത്രീ സുരക്ഷയാണ് സമൂഹ സുരക്ഷ എന്ന് അവിടെ നമ്മെ പഠിപ്പിച്ചു. ഇസ്ലാമിന്റെ ശക്തമായ ഓരോ നിയമങ്ങളും അത് പെണ്ണിന് മതിയായതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജാഹിലിയത്തിന്റെ അവസ്ഥ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. അവരിൽ ഒരാൾക്ക് പെൺകുഞ്ഞ് പിറന്നതായി സന്തോഷ വാർത്ത ലഭിച്ചാൽ അവരുടെ മുഖം കറുത്തിരുളായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് ഇസ്ലാം പെണ്ണിന് സുരക്ഷ നൽകിയത്. സമ്പാദിക്കാനോ അനന്തരമെടുക്കാനും ഒരു അവകാശമില്ലാത്ത കാലത്ത് ഇസ്ലാം പെണ്ണിനൊപ്പം നിന്നു. പുരുഷന്റെ അടിയും തൊഴിലും കൊണ്ട് അടിമയായി ജീവിക്കാൻ ഇസ്ലാം പെണ്ണിനോട് പറഞ്ഞിട്ടില്ല. അതേസമയം അനുവദിക്കുകയാണ് ചെയ്തത്. അതായത് ഭർത്താവിന്റെ മഹർ തിരിച്ചു കൊടുത്തുകൊണ്ട് സ്ത്രീ വിവാഹമോചനം ആവശ്യപ്പെടുന്ന രീതിയാണ് ഫസ്ഖ് എന്ന് പറയുന്നത്. എന്താണ് ഖുൽഅ് എന്ന് പറയുന്നത്? നിയമ നടപടികളിലൂടെ വിവാഹമോചനം ആവശ്യപ്പെടുന്ന രീതിയാണ്. പെണ്ണിന് ആ മഹല്ലിൽ ഖാദിയുടെ സമ്മതത്തോടുകൂടെ വിവാഹമോചനം ആവശ്യപ്പെടുന്ന രീതിയും ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. അന്ന് ഹജ്ജത്തുൽ വദാഇൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനുഷ്യമാത്രത്തെ കുറിച്ച് പറയുന്ന പ്രഭാഷണമായിരുന്നു നടത്തിയിരുന്നത്. ജനങ്ങളെ, നിങ്ങളുടെ രക്തവും ധനവും അഭിമാനവും എല്ലാം അന്ത്യനാൾ വരെ പവിത്രമുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവനും സ്വത്തിനും വളരെയധികം പവിത്രമുണ്ട്. അതിന്റെ പേരിൽ നിങ്ങൾ പരസ്പരം കയ്യേറ്റം ഒരിക്കലും നടത്തരുത്. അതായിരുന്നു ഇസ്ലാമിന്റെ നിലപാട്. മനുഷ്യാവകാശ കമ്മീഷനായ ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ആംനസ്റ്റി ഇന്റർനാഷണൽ തുടങ്ങിയവ ജനിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇസ്ലാം മനുഷ്യാവകാശം പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. രണ്ടാം ഖലീഫ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഗവർണറോട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നിങ്ങൾ മാതാക്കൾ സ്വതന്ത്രരായി ജനിച്ച ജനങ്ങളെ നിങ്ങൾ എന്ന് മുതലാണ് അടിമകളാക്കി തുടങ്ങിയതെന്നായിരുന്നു. അത്രത്തോളം ഇസ്ലാം മനുഷ്യാവകാശത്തിന് പ്രാധാന്യം നൽകിയിരുന്നു. ഇസ്ലാമിന്റെ നിലപാടും അതാണ്. ഇവിടെ വർഗീയതയ്ക്കോ വിവേചനത്തിനോ മാറുന്നതിനും ഇസ്ലാം പ്രാധാന്യം നൽകുന്നില്ല എന്നതാണ് സത്യം. എല്ലാ മനുഷ്യരോടും നല്ല നിലയിൽ പെരുമാറാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.